ധുരന്തർ ദ റിവഞ്ച് അല്ലെങ്കിൽ ധുരന്തർ 2 അല്ലെങ്കിൽ ധുരന്തറിൻ്റെ രണ്ടാം ഭാഗം അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ധുരന്തർ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു വിജയങ്ങളിലൊന്നാണ്. ഇത് ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു സാധാ ഒരു ബോളിവുഡ് പടമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ വേറൊരു ലെവലാക്കിയ പടമാണ്. ഒരു എന്താ പറയുക, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ തന്നൊരു പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരെയാണ്. യൂഷ്വലി സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുത്തിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു 3 മാസം 3.5 മാസത്തെ ഗ്യാപ്പിൽ സെക്കൻഡ് പാർട്ട് വരികയാണ്. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയൊരു പടമാണ്. സിനിമയെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് പല പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ദുരന്തറിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നതെന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഒരു ട്രെയിലർ എന്ന് പറയുന്നത്. രൺവീറിൻ്റെ കരിയറിലെ അല്ലെങ്കിൽ അക്ഷയ് ഖന്നയുടെ കരിയറിലെ, ആർ മാധവൻ്റെ കരിയറിലെ എല്ലാവരുടെയും ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ബെസ്റ്റ് വർക്ക് എന്ന് പറയാം. എസ്പെഷ്യലി ഇതിൻ്റെ ഡയറക്ടർ ആദിത്യധർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു വേറെ ലെവലാണ്. അദ്ദേഹത്തിൻ്റേതായ കുറേ പെർസ്പെക്റ്റീവുകളുണ്ട്. എന്നാൽ പോലും ആസ് എ ഫിലിം അദ്ദേഹം എടുക്കുന്ന സിനിമകൾ ഒരു ഭയങ്കരമായ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരുന്ന സിനിമയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം പറയാം. തുടങ്ങാം. 3.5 മിനിറ്റ് ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു എവിടെയാണോ അത് നിന്ന് അവിടെ നിന്ന് തന്നെ ഈ റെഡ് കാണിക്കുന്നത്. അങ്ങനെ അണ്ണൻ്റെ കാര്യം തീരുമാനമായി. അവരുടെ ഒരു ആ ഗ്യാങ്ങിൻ്റെ ലെവലാകുന്നതാണ്. മ്യൂസിക് രൺവീറിന് സഞ്ജയ് ദത്ത് അർജുൻ രാംപാലിൻ്റെ ഒരു This March 100 volts. Oh. Slab engine बदला. Director of Urimari Dhurandharai. Beast mode on. ധുരന്തർ ദ റിവഞ്ച്. ആദിത്യധർ. പ്രൊഡ്യൂസ്ഡ് ബൈ അദ്ദേഹം ഉണ്ടല്ലേ. കുറേ പേരുണ്ട് അതിനകത്ത്. March 19. അണ്ണനുണ്ടോ എപ്പോഴും? ബുക്ക് ഫോർ പെയ്ഡ് റിവ്യൂ ഉണ്ട്. പെയ്ഡ് പ്രിവ്യൂ ഷോസ് ഉണ്ട്. ഓക്കെ. ഇത് ഈ ഒരു ദുരന്തറിൻ്റെ ഏറ്റവും രൺവീർ സിംഗ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു
ചാലഞ്ച് എന്ന് പറയുന്നത് അക്ഷയ് ഖന്ന അദ്ദേഹം ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുന്ന സമയത്തുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ചെയ്തു വെച്ചൊരു ഇതുണ്ട്. ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്തേക്കുന്ന രീതി ആയിക്കോട്ടെ, അതിൻ്റെ ഒരു മുകളിലോ അല്ലെങ്കിൽ അതോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് രൺവീറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ലെന്നല്ല, എന്നാൽ പോലും അതൊരു ചലഞ്ച് തന്നെ ആയിരിക്കും. അത് അമ്മാതിരി ലെവലിലാണ്. എസ്പെഷ്യലി ആ ഒരു സ്പീച്ചിൻ്റെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ച് വെച്ചേക്കുന്നതും അത് രൺവീർ എങ്ങനെയാണ്, എസ്പെഷ്യലി ആ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ ആകുന്ന സമയത്ത് ആ ഒരു സ്വാഗ്, ആ ഒരു പരിപാടി. പിന്നെ ഇതിൻ്റെ ഒരു പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളോടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഒരു സെക്കൻഡ് പാർട്ടോടുകൂടി നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഈ ഒരു പടം, അതോ ഇതിട്ട് മൂന്നാം ഭാഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു പടം അവർ ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈൻ ചെയ്തേക്കുന്നത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി രണ്ടായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റ ടൈം ഷൂട്ട് ചെയ്തിട്ട് അതിന് ശേഷം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയതാകാം. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കും അത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ഒരു പ്രോഡക്റ്റായിട്ട് അവർക്ക് വരാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഈ ഒരു ട്രെയിലർ കുറച്ച് സ്ട്രെച്ച്ഡാണ്. എസ്പെഷ്യലി ഹിന്ദി ബോളിവുഡ് ട്രെയിലറുകൾ അങ്ങനെയാണ്. കുറച്ച് കാണിക്കും, എല്ലാ സാധനങ്ങളും അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കയറ്റി നമുക്ക് തരും. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പോലും ഈ ഒരു പടത്തിൻ്റെ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രെയിലറിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അമ്മാതിരിയാണ്. എന്താകും ഇതിൻ്റെ ബോക്സ് ഓഫീസ് പരിപാടി എന്നൊക്കെ ഉള്ളത് ഭയങ്കര. ഇന്ത്യയിൽ വരാൻ പോകുന്ന ദംഗലിന് ശേഷം എന്തൊക്കെ റെക്കോർഡുകൾ ഇടാവോ അതെല്ലാം ഈ ഒരു പടം ഒരു പോസിറ്റീവ് ഓർ എൻ്റെ ഒരു മിക്സഡ് വന്നാൽ തന്നെ ഇതിന് ഭയങ്കരമായ ഒരു പൊട്ടൻഷ്യൽ ഒരു പടമാണ്. സോ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്, ദുരന്തർ. ആദിത്യധർ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറച്ചിൽ ഭയങ്കര രസമാണ്. അത് പുള്ളിക്കറിയാം അതെങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം, എന്താണ് കാണിക്കേണ്ടത്. ഒരുപാട് അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട്, എന്നാൽ പോലും ആസ് എ ഫിലിം അതൊരു വേറെ ലെവലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ ഈ ഒരു പടത്തിലും കിട്ടുമെന്ന് തോന്നുന്നു. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സീനുകളൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം. സോ എങ്ങനെയാണ് ആ ഒരു കഥ വരുന്നത്, എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഒരു കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രെയിലർ അടിപൊളിയാണ്. ആ ഒരു ഫസ്റ്റിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും മനസ്സിലാകാത്ത രീതിയിലുമാണ്. പക്ഷെ ഒരുപാട് ട്വിസ്റ്റുകൾ ഫസ്റ്റിനെയൊക്കെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കുറച്ചുകൂടി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാം. രൺവീർ മാത്രമല്ല, അത് സഞ്ജയ് ദത്തിൻ്റെ ആയിക്കോട്ടെ, അർജുൻ രാംപാൽ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു ആർ മാധവൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ഉള്ള ഒരു സിനിമ. അതുപോലെ തന്നെ ഭയങ്കരമായി എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു സിനിമ. സോ ഒരു കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വരാനേ ഉള്ളൂ. അതിൽ കുറവൊന്നും തരാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മിനിമം ഇപ്പം പുഷ്പ 2 എന്ന് പറയുന്നൊരു സിനിമ അറിയാം. പുഷ്പ 2വിൻ്റെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഇത് കിട്ടിയ ഒരു പടമാണ്. എന്നാൽ പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായി മാറിയത്. സോ അങ്ങനെ അത്രയും പൊട്ടൻഷ്യൽ ഒരു സിനിമയാണിതും. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കിടിലനായിട്ട് വരട്ടെ. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.